എൻ്റെ കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്നെ ആശ്രയം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തെ ഇന്നിനെ ആശീർവദിക്കണമേ. അവിടെ യാത്രകളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കളുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയെ പങ്കെടുക്കുന്ന കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരുടെ ജീവിത ആവശ്യത്തിന് വേണ്ടി അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ, എഴുതുന്ന എഴുത്തുകൾ, ഒപ്പിടുന്ന ഒപ്പുകൾ എല്ലാം പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയുടെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒന്നും തെറ്റിപ്പോകാതെ ആകാശത്തു നിന്ന് പെയ്യുന്ന മഞ്ഞും മഴയും ഫലം പ്രകടിക്കുക തിരിച്ചു പോകാത്തതുപോലെ കർത്താവെ, നിൻ്റെ അനുഗ്രഹം ആ ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തിരിച്ചു പോകാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഭവനരഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഗർഭസ്ഥ ശിശുക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ സമാധാന ഭവനങ്ങൾ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസകൾ അറിയിച്ച കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ ആധികാരികത സഭയ്ക്ക് നൽകിയിട്ടുള്ള അധികാരത്താൽ കർത്താവെ, ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും മതാന്യ മധ്യസ്ഥ ഈശ്വരൻ്റെ നാമത്തിൽ സമാധാനം അനുഭവിക്കുകയായി പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ മക്കൾ, വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന കശപിശകൾ, അതുമൂലം ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വയസ്സുകൾ, വൈരാഗ്യങ്ങൾ മൂലം പൈശാചികമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ട് അത് മാനസികമായിട്ട് അകന്നു പോകുന്നവരെ കർത്താവെ, അതായത് ചൈൽഡിഷായിട്ട് ജീവിതത്തെ കാണാതിരിക്കുവാനും ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും ഓരോ നിലപാടുകളും ദൈവികമായ കൃപയിലും വിശ്വാസത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഉത്തരവാദിത്വത്തോടെ ജീവിതത്തെ സമീപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ഇന്നത്തെ യാത്ര ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സംസാരങ്ങളും ഒപ്പുകളും എഴുത്തുകളും ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ സഹായിക്കുന്നവരെ ആശീർവദിക്കട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ നിന്നെ ശപിക്കുന്നവർ ആശീർവദിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ കൃപയിൽ ജീവിക്കാൻ കർത്താവ് ആവശ്യമായ കൃപയാൽ നിന്ന് നടക്കട്ടെ. God infuse the spirit of power and grace.